शांति शांति ओम शांति शांति अंतर मन में ज्योति जगा लो होगा दूर अंधेरा शिव का कर लो ध्यान आ रहा पावन पुण्य सवेरा तुम हो कौन कहाँ से आए अपने आप को जानो राजयोग के द्वारा अपना परम पिता पहचानो इसी राजपथ पर चलकर तुम पालो अपना बसेरा तुम हो आत्मा तन से प्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम शांति ओम शांति ओम शांति ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് 1/7/2025. बाबा कहते हैं, मीठे बच्चे, तुम्हारी बुद्धि में अभी सारे ज्ञान का सार है, इसलिए तुम्हें चित्रों की भी दरकार नहीं. तुम बाप को याद करो और दूसरों को कराവോ. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ ജ്ഞാനത്തിൻ്റെയും സാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ചിത്രത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്ന് ബാബ പറയാം. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ബാബയെ ഓർമ്മിക്കൂ, മറ്റുള്ളവരെ കൊണ്ട് ഓർമ്മിപ്പിക്കൂ. ഇനി ബാബ ചോദ്യം ചോദിക്കാണ്, പിച്ചാടി കെ സമയ് തും ബച്ചോം കി ബുദ്ധി മേം കോൺസാ ജ്ഞാൻ രഹേഗ. അതായത് ബാബ ചോദിക്കാണ്, അവസാന സമയത്ത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഏതൊരു ജ്ഞാനമാണ് ഇരിക്കുക. ബാബ ഉത്തരം പറയാണ്, ഉസ് സമയ് ബുദ്ധി മേം യഹി രഹേഗ കി अभी हम जाते हैं वापस घर, फिर वहां से
ചക്ര മേം ആയേങ്കെ. ബാബ പറയാണ് ആ ഒരു സമയത്ത്, അതായത് അന്തിമ സമയം, അവസാന സമയത്ത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, അതായത് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, പിന്നീട് അവിടെ നിന്നും ചക്രത്തിലേക്ക് വീണ്ടും വരും, അല്ലെ, സൃഷ്ടി ചക്രത്തിലേക്ക് വീണ്ടും വരും. ഈ ഒരു കാര്യം നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. ധീരെ ധീരെ സീഡി ഉതരേങ്കെ ഫിർ ബാപ്പ് ആയേങ്കെ ചട്ടി കലാമേം ലേ ജാനേ. ബാബ പറയാണ് നിങ്ങൾ പതുക്കെ പതുക്കെ അവിടെ ഏണിപ്പടി ഇറങ്ങും, അതായത് ആത്മാവിന്റെ കല പതുക്കെ പതുക്കെ കുറയും, പിന്നീട് ബാബ വരും വീണ്ടും നമ്മളെ ഉയരുന്ന കലയിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെ. അബി തും ജാൻതേ ഹോ പഹലെ ഹം സൂര്യവംശി ദേ ഫിർ ചന്ദ്രവംശി ബനെ, ഇസ്മേം ചിത്രോം കി ദർക്കാർ നെഹി. ബാബ പറയാണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ആദ്യം നമ്മൾ സൂര്യവംശികളായിരുന്നു, പിന്നീട് ചന്ദ്രവംശിയായിട്ട് മാറും. ബാബ പറയാണ് ഇതില് ചിത്രത്തിൻ്റെതായ ആവശ്യമൊന്നുമില്ല എന്ന് ബാബ പറയാം. ഓം ശാന്തി. ബച്ചേ ആത്മാ അഭിമാനി ഹോക്കർ ബൈഠേ ഹോ. ബാബ ചോദിക്കുക, കുട്ടികളെ നിങ്ങൾ ആത്മ അഭിമാനിയായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്? 84 का चक्र बुद्धि में है, अर्थात अपने വെറൈറ്റി ജന്മോം കാ ജ്ഞാൻ ഹേ. ബാബ പറയാണ് 84 ജന്മത്തിന്റെ ആ ചക്രത്തിന്റെ എല്ലാ രഹസ്യങ്ങളും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, അതായത് വെറൈറ്റി ജന്മത്തിന്റെ ജ്ഞാനം നിങ്ങളിലുണ്ട് എന്ന് ബാബ പറയാം, അല്ലെ. ആദ്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ സത്യത്രേതായുഗം, ദ്വാപര കലിയുഗം ഒക്കെ നോക്കുമ്പോൾ ദേവതകളായിട്ടും ക്ഷത്രിയനായിട്ടും വൈശ്യൻ, ശൂദ്രൻ, അങ്ങനെ അങ്ങനെ വെറൈറ്റി ജന്മങ്ങളാണ് നമ്മളുടെ. അതിൽ ഒരു യുഗത്തിൽ തന്നെ എത്ര ജന്മങ്ങൾ എടുക്കുന്നു? അപ്പോൾ വെറൈറ്റി ജന്മങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് എന്ന് ബാബ പറയാം. വിരാട് രൂപ കാബി ചിത്രഹേന, വിരാട് രൂപത്തിന്റെയും ചിത്രമുണ്ടല്ലോ എന്ന് ബാബ പറയാം. इसका ज्ञान भी बच्चों में है कि कैसे हम 84 ജന്മ ലേത്തെ ഹേ. ബാബ പറയുന്നത് ഇതിന്റെയെല്ലാം ജ്ഞാനം നിങ്ങൾ കുട്ടികളിൽ തന്നെയാണുള്ളത്, അതായത് എങ്ങനെയാണ് നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നത്, ആ ഒരു ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലാണെന്ന് ബാബ പറയാം. മൂൽവദൻ സേ പഹലെ പഹലെ ദേവി ദേവത ധർമ്മമേ ആത്തേ ഹേ. മൂലവദനത്തിൽ നിന്ന് നമ്മൾ ആദ്യം ദേവി ദേവത ധർമ്മത്തിലേക്ക് വരുന്നു. യഹ് ജ്ഞാൻ ബുദ്ധി മേ ഹേ, ഇസ്മേം ചിത്ര കി കോയി ദർക്കാർ നഹി. ബാബ പറയുന്നത് ഈ ഒരു ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, അല്ലെ. മൂലവദനത്തിൽ നിന്നും ഈ സൃഷ്ടിയിലേക്ക് നമ്മൾ ആദ്യം വരുന്നത് സത്യയുഗത്തിലേക്കാണ്, അതായത് ദേവി ദേവത ധർമ്മത്തിലേക്ക്. ഇത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ടെന്ന് ബാബ പറയാ. ഇതില് ചിത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെ. ഇതിപ്പോ നമ്മൾക്ക് പറയുമ്പോ അറിയാലോ, പിന്നെ ഇതൊരു ചിത്രം വഴി മനസ്സിലാക്കാം, അതിന്റെ ആവശ്യമില്ല എന്ന് ബാബ പറയാം. ഹംകോ കോയി ചിത്ര ആദി യാദ് നഹി കർണ. ബാബ പറയുന്നത് നമ്മൾക്ക് ഒരു ചിത്രവും ഓർമ്മിക്കേണ്ട ആവശ്യമില്ല എന്ന് ബാബ പറയാം. അന്ത്മേം യാദ് സിർഫ് യഹ് രഹേഗാ കി ഹം ആത്മാ ഹോം മൂലവദൻ കി രഹനെ വാലി ഹോം, യഹാം ഹമാര പാർട്ട് ഹെ. ബാബ പറയുന്നത് അന്തിമത്തില്, അതായത് അവസാനത്തില് കേവലം ഇത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും, അതായത് ഞങ്ങൾ ആത്മാക്കളാണ്, മൂലവദനത്തിൽ വസിക്കുന്നവരാണ്, ഇവിടെ ഞങ്ങൾക്ക് പാർട്ടുണ്ട്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് പാർട്ട് അഭിനയിക്കാനാണ്. നമ്മൾ ആത്മാക്കൾ എവിടെയുള്ളവരാണ്? മൂലവദനവാസികളാണ്. പക്ഷെ നമ്മൾ അവിടെ നിന്നും ഇവിടെ വന്നിട്ടുള്ളത് എന്തിനാണ്? പാർട്ട് അഭിനയിക്കാൻ. അപ്പൊ ബാബ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബുദ്ധിയിൽ അവസാനം ഉണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. യഹ് ബോൽന നഹി ചാഹിയേ. ബാബ പറയുന്നത് ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. യഹ് മനുഷ്യ സൃഷ്ടിക്ക് ചക്ര കി ഹി ബാത്തേ ഹേ ഓർ ബഹുത് സിമ്പിൾ ഹേ. ബാബ പറയുന്നത് ഇത് മനുഷ്യ സൃഷ്ടി ചക്രത്തിന്റെ തന്നെ കാര്യമാണ്, ഇത് വളരെ സിമ്പിളാണ് എന്ന് ബാബ പറയാ. ഇസ്മേം ചിത്രോം കി ബിൽക്കുൽ ദർക്കാർ നഹി ക്യോംകി യഹ് ചിത്ര ആദി സബ് ഹേ ഭക്തി മാർഗ് കി ചീസേ. ബാബ പറയുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ചിത്രത്തിന്റെ
ആവശ്യമൊന്നുമില്ല എന്ന് ബാബ പറയാ. എന്തുകൊണ്ടാണ്? ഈ ചിത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിലുള്ള സാമഗ്രികളാണ് അല്ലെ. ഭക്തി മാർഗത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പോൾ ചിത്രങ്ങളെല്ലാം തന്നെ ഭക്തി മാർഗത്തിന്റെ സാമഗ്രികളാണ് എന്ന് ബാബ പറയാ. ജ്ഞാൻ മാർഗമേത്തോ ഹേ പടായി. ബാബ പറയുന്നത് ജ്ഞാനമാർഗത്തിൽ നോക്കുകയാണെങ്കിലോ പഠിപ്പാണ് അവിടെയുള്ളത്. പടായിമേം ചിത്രവും കി ദർക്കാർ നഹി. ബാബ പറയുന്നത് പഠിക്കുന്ന കാര്യത്തിൽ അതിൽ ചിത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ബാബ പറയാ. ഇൻ ചിത്രവും കോ സിർഫ് കറക്റ്റ് കിയാ ഗയാ ഹെ. ബാബ പറയുന്നത് ഭക്തി മാർഗത്തിൽ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ ഉണ്ടല്ലോ, അതിൽ ചിലതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു, അത്ര മാത്രം എന്ന് ബാബ പറയാം. ജയ്സേ വഹ കഹത്തെ ഹേ ഗീതാ കാ ഭഗവാൻ ശ്രീകൃഷ്ണ ഹേ, ഹം കഹത്തെ ഹേ ശിവ ഹേ. ബാബ പറയുന്നത് എങ്ങനെയാണോ അവര് പറയുന്നത് ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, പക്ഷെ നമ്മൾ എന്താ പറയാ, നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തിട്ട് ശിവനാണെന്ന് പറയും ഗീതയുടെ ഭഗവാൻ. യഹ് ബി ബുദ്ധി സെ സമझने की बात है. ബാബ പറയുന്നത് ഇതും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ന് ബാബ പറയാം. ബുദ്ധി മേം യഹ് നോളജ് രഹത്തി ഹേ, ഹംനെ 84 का ചക്ര ലഗായാ ഹേ. ബാബ പറയുന്നത് ബുദ്ധിയിൽ ഈ ഒരു അറിവ് ഉണ്ടായിരിക്കും, അതായത് നമ്മൾ 84 ജന്മത്തിന്റെ ചക്രം കറങ്ങി. അബ് ഹംകോ പവിത്ര ബന്നാ ഹേ. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് പവിത്രമായിട്ട് മാറണം. പവിത്ര ബൻ ഫിർ നയേ സിർ ചക്ര ലഗായേങ്കെ. പവിത്രമായിട്ട് മാറി വീണ്ടും നമ്മൾ പുതിയതായിട്ട് വീണ്ടും ചക്രം കറങ്ങും അല്ലേ. യഹ് ഹേ സാർ ജോ ബുദ്ധിമേ രഖനാ ഹേ. ബാബ പറയുന്നത് ഇതെല്ലാം സാരമാണ്, മുഴുവൻ വേദശാസ്ത്രങ്ങളുടെയും സാരമാണ് ഇതെല്ലാം. അപ്പൊ ബാബ പറയുന്നത് ഇത് നിങ്ങൾ ബുദ്ധിയിൽ വെക്കേണ്ടതുണ്ട്, ബുദ്ധിയിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു സാരമാണ് ഇതെന്ന് ബാബ പറയാം. ജയ്സേ ബാപ്പ് കി ബുദ്ധി മേം ഹേ വേൾഡ് കി ഹിസ്റ്ററി ജോഗ്രഫി വ 84 ജന്മോം കാ ചക്ര കൈസേ ഫിർത്താ ഹേ. അതായത് എങ്ങനെയാണോ ബാബയുടെ ബുദ്ധിയിൽ ഇതെല്ലാം ഉള്ളത്, അതായത് വേൾഡിന്റെ ഹിസ്റ്ററി ജോഗ്രഫി, അതുപോലെ 84 ജന്മത്തിന്റെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്, ഈ എല്ലാ നോളജും ബാബയുടെ ബുദ്ധിയിലുണ്ട്. വൈസേ തുമാരി ബുദ്ധി മേം ഹേ പഹലെ ഹം സൂര്യവംശി ഫിർ ചന്ദ്രവംശി ബൻതേ ഹേ. അതുപോലെ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുമുണ്ട്, ആദ്യം നമ്മൾ സൂര്യവംശി പിന്നീട് ചന്ദ്രവംശിയുമായിട്ട് മാറും. ഈ ഒരു കാര്യം നിങ്ങളുടെ ബുദ്ധിയിലുമുണ്ടെന്ന് ബാബ പറയാം. ചിത്രോം കി ദർക്കാർ ഹേ നഹി. ചിത്രത്തിന്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് ബാബ പറയാ. കാരണം ഈ കാര്യങ്ങളെല്ലാം ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബുദ്ധിയിലുണ്ട്, പിന്നെ ഇതിനായിട്ടൊരു ചിത്രത്തിന്റെ ആവശ്യമില്ല എന്ന് ബാബ പറയാം. സിർഫ് മനുഷ്യോം കോ സമझाने के लिए यह बनाए है. ബാബ പറയുന്നത് പിന്നെ നമ്മളുടെ യജ്ഞത്തിലെ ചിത്രങ്ങൾ ഉണ്ടല്ലോ, ബാബ പറയുന്നത് അത് കേവലം മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ബാബ പറയാ. ജ്ഞാൻ മാർഗമേത്തോ സിർഫ് ബാപ്പ് കഹത്തെ ഹേ മന്മനാഭവ. അതായത് ജ്ഞാനമാർഗത്തിൽ ബാബ കേവലം ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, മന്മനാഭവ, അതായത് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കൂ. ഇത്രയേ ബാബ പറയുന്നുള്ളൂ ജ്ഞാനമാർഗത്തില്. ജയ്സേ യഹ് ചതുർഭുജ് കാ ചിത്ര ഹേ, രാവൺ കാ ചിത്ര ഹേ, യഹ് സബ് സമझाने के लिए ദിക്ലാനെ പഠിത്തേ ഹേ. ബാബ പറയാണ്, അതായത് ഇത് ചതുർഭുജത്തിന്റെ ചിത്രം, അതുപോലെ ഇത് രാവണന്റെ ചിത്രം, ഇതെല്ലാം നമ്മൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അപ്പൊ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കാണിക്കേണ്ടി വരും. അതാണ് ബാബ പറയുന്നത്. തുമാരി ബുദ്ധി മേത്തോ യഥാർത്ഥ ജ്ഞാൻ ഹേ. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ യഥാർത്ഥമായ ജ്ഞാനമുണ്ട് എന്ന് ബാബ പറയാം. തും ബിനാ ചിത്ര കെ ബി സമझा सकते हो. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ചിത്രങ്ങൾ കൂടാതെയും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. കാരണം എന്താണ്? ബാബ നമ്മളുടെ ബുദ്ധിയിലേക്ക് അത്രയും ജ്ഞാനം തന്നു കഴിഞ്ഞു അല്ലെ. ജ്ഞാനത്തിന്റെ ഓരോ പോയിന്റ് ബാബ ദിവസവും തരാണ് കുട്ടികൾക്ക്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഇതെല്ലാം ബുദ്ധിയിലുണ്ട്. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഇതെല്ലാം ഒരു ചിത്രത്തിന്റെ ആവശ്യമില്ല, ചിത്രം കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്ന് ബാബ പറയാം.
തുമാരി ബുദ്ധി മേം 84 का ചക്ര ഹേ. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ 84 ജന്മത്തിന്റെ ചക്രം ഉണ്ട്. ചിത്രോം ദ്വാര സിർഫ് സഹജ് കർക്കെ സമജായ ജാതാ ഹേ, ഇൻകി ദർക്കാർ നഹി. ബാബ പറയുന്നത് ചിത്രത്തിലൂടെ കേവലം നിങ്ങൾക്ക് സഹജമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, അല്ലാതെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ചിത്രം ഉണ്ടെങ്കിൽ എന്താണ്, സഹജമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്ന് ബാബ പറയാം. ബുദ്ധി മേം ഹേ പഹലെ ഹം സൂര്യവംശി ഘരാനെ കെ ദേ ഫിർ ചന്ദ്രവംശി ഘരാനെ കെ ബനെ. ബാബ പറയുന്നത് ബുദ്ധിയിലുണ്ട്. ആദ്യം നമ്മൾ സൂര്യവംശി കുലത്തിലായിരുന്നു, പിന്നീട് ചന്ദ്രവംശി കുലത്തിലേതായിട്ട് മാറി. ഇത് ബുദ്ധിയിലുണ്ട്. വഹാം ബഹുത് സുഖ് ഹേ ജിസ്കോ സ്വർഗ് കഹാ ജാതാ ഹേ. ബാബ പറയുന്നത് അവിടെ വളരെ സുഖമായിരിക്കും. എവിടെ? സത്യത്രേതായുഗം അല്ലെ? വളരെ സുഖമായിരിക്കും. അതിനെ തന്നെയാണ് സ്വർഗം എന്ന് പറയുന്നത് എന്ന് ബാബ പറയാ. യഹ് ചിത്രോം പർ സമജാത്തെ ഹേ. ഇതെല്ലാം ചിത്രത്തിനു മേൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. പിച്ചാടി മേം തോ ബുദ്ധി മേം യഹ് ജ്ഞാൻ രഹേഗാ, അബി ഹം ജാത്തെ ഹേ വാപസ് ചക്ര ലഗായേംഗെ. ബാബ പറയുന്നത് അവസാനം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ പോവുകയാണ്, പിന്നീട് വീണ്ടും ചക്രം കറങ്ങാനായിട്ട് വരിക തന്നെ ചെയ്യും. ഈ ഒരു കാര്യം നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കും. സീഡി പർ സമജായ ജാതാ ഹേ തോ മനുഷ്യോം കോ സഹജ് ഹോ ജായേ. ബാബ പറയുന്നത് ഈ CD, അതായത് ഏണിപ്പടിയുടെ ചിത്രം ഉണ്ടല്ലോ, ഇതിലൂടെ നിങ്ങൾക്ക് നല്ല സഹജമായിട്ട് മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്ന് ബാബ പറയാം. തുമാരി ബുദ്ധി മേം യഹ് ബി സാരാ ജ്ഞാൻ ഹേ കി കൈസേ ഹം CD ഉദർത്തേ ഹേ. ബാബ പറയാണ് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ എല്ലാ ജ്ഞാനവുമുണ്ട്. ബാബ പറയുന്നത് ബാബ എന്തെല്ലാം ജ്ഞാനം തന്നിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മൾ ഏണിപ്പടി ഇറങ്ങുന്നത് അല്ലെ? ഓരോ ജന്മം എടുക്കുന്തോറും പടി ഇറങ്ങുക തന്നെയാ ചെയ്യുന്നത്. കാരണം ആത്മാവിന്റെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരാണ്, കലകൾ കുറഞ്ഞു കുറഞ്ഞു വരാണ്. അത് എങ്ങനെയാണ് നമ്മളപ്പോ ഈ പടികൾ ഇറങ്ങുന്നത് എന്നുള്ള മുഴുവൻ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിലുണ്ടെന്ന് ബാബ പറയാം. ഫിർ ബാപ്പ് ചട്ടി കലാമേം ലേ ജാത്തേ ഹേ. പിന്നീട് അവസാനം എന്താണ്? ബാബ വന്ന് നിങ്ങളെ ഉയരുന്ന കലയിലേക്ക് കൂടെ കൊണ്ടുപോകും. ബാപ്പ് കഹത്തെ ഹേ മേ തുംകോ ഇൻ ചിത്രോം കാ സാർ സമജാതാ ഹൂ. ബാബ പറയാണ് ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് ഈ ചിത്രത്തിന്റെ എല്ലാം സാരമാണ് മനസ്സിലാക്കി തരുന്നത്. ജൈസെ ഗോല ഹേ തോ ഉസ് പർ സമജാ സക്തേ ഹേ യഹ് 5000 വർഷ കാ ചക്ര ഹേ. ബാബ പറയുന്നത് എങ്ങനെയാണോ സൃഷ്ടിചക്രത്തിന്റെ ചിത്രമുണ്ടല്ലോ, അതിന്മേൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അതായത് ഇത് 5000 വർഷത്തിന്റെ ചക്രത്തിന്റെ ഇതാണ് അല്ലെ? 5000 വർഷം നമ്മൾ എടുക്കുന്നുണ്ടല്ലോ ഒരു കൽപ്പം ഫുള്ള്. അപ്പൊ 5000 വർഷത്തിന്റെ ചക്രത്തിന്റേതാണ് ഇതെന്ന് സൃഷ്ടിചക്രത്തിന്റെ ചിത്രത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ബാബ പറയാം. അഗർ ലാഖോം വർഷ ഹോത്തേ തോ സംഖ്യ കിത്നി ബഡ് ജാത്തി. ബാബ പറയുന്നത് ഇപ്പോൾ ഈ 5000 വർഷത്തിനെയാണല്ലോ ലക്ഷക്കണക്കിന് വർഷമുണ്ടെന്ന് പറയുന്നത്. കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമാണെന്നാണല്ലോ ഭക്തി മാർഗത്തിൽ പറയുന്നത്. അപ്പൊ ബാബ പറയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് വർഷമുണ്ടെന്ന് കരുതൂ, അപ്പോ ഈ ജനസംഖ്യ ഒക്കെ വളരെയധികം വർദ്ധിക്കില്ലേ എന്ന് ബാബ പറയാ. ക്രിസ്ത്യൻ കാ ദിക്കാത്തേ ഹേ 2000 വർഷ. ബാബ പറയാണ് ക്രിസ്ത്യൻസിനെ കാണിക്കുന്നത് 2000 വർഷത്തിൻ്റെതായിട്ടാണ് അവരെ കാണിക്കുന്നത്. ഇസ്മേം കിത്തനെ മനുഷ്യ ഹോത്തേ ഹേ. ഇതിൽ തന്നെ എത്രമാത്രം മനുഷ്യരാണുള്ളത്? 5000 വർഷമേം കിത്തനെ മനുഷ്യ ഹോത്തേ ഹേ. അങ്ങനെയാണെങ്കിൽ 5000 വർഷത്തില് എത്രയധികം മനുഷ്യരുണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. യഹ് സാരാ ഹിസാബ് തും ബത്ലാത്തേ ഹോ. ഈ എല്ലാ കണക്കുകളും നിങ്ങൾക്ക് പറയാൻ കഴിയും. സത്യയുഗമേം പവിത്ര ഹോനെ കാരൺ തോടെ മനുഷ്യ ഹോത്തേ ഹേ. ബാബ പറയാണ് സത്യയുഗത്തില് പവിത്രമായിരിക്കുന്നത് കാരണം കൊണ്ട് തന്നെ വളരെ കുറച്ച് മനുഷ്യരെ ഉണ്ടായിരിക്കുള്ളൂ എന്ന് ബാബ പറയാ. അബീതോ കിത്തനെ ഡേർ ഹേ. ബാബ പറയണ ഇപ്പൊ നോക്കൂ എത്രയധികം മനുഷ്യരാണ്. ലാഖോം വർഷക്കി ആയു ഹോത്തി തോ സംഖ്യാബി അൻഗിനത്ത് ഹോ ജായേ. ബാബ പറയാ
ഇപ്പൊ തന്നെ ഇത്രയും മനുഷ്യരുണ്ട്, ഇനി ലക്ഷക്കണക്കിന് വർഷത്തിന്റെ ആയുസ്സാണ് ഉള്ളതെങ്കിൽ ബാബ പറയുന്നത് സംഖ്യ നമുക്ക് കൗണ്ട് ചെയ്യാനേ പറ്റില്ല എന്ന് പറയാ. കാരണം ഇപ്പൊ തന്നെ ഇത്രയും അധികം. അപ്പോ ഇനി ലക്ഷക്കണക്കിന് വർഷം ആയുസ് എന്നൊക്കെ പറയുമ്പോ ബാബ പറയുന്നത് ആ ഒരു ജനസംഖ്യ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനേ കഴിയില്ല. ബാബ പറഞ്ഞ കൗണ്ട് ചെയ്യാനേ പറ്റില്ല എന്ന് ബാബ പറയാം. അത്രയും അധികം ഉണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. क्रिश्चियंस की बेट में आदमशुमारी का हिसाब तो निकलते है ना. ബാബ പറയുന്നത് ഈ ക്രിസ്ത്യൻസിന്റെ അവരുടെ ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് ജനസംഖ്യയുടെ ആ ഒരു കണക്കൊക്കെ ഏകദേശം എടുക്കാൻ കഴിയുമെന്ന് ബാബ പറയാ. ഹിന്ദുവോം കി ആദംശുമാരി കം ദിക്കാത്തേ ഹെ. പക്ഷെ ഹിന്ദുക്കളുടെ ജനസംഖ്യ വളരെ കുറച്ചായിട്ടാണ് കാണിക്കുന്നതെന്ന് ബാബ പറയാം. क्रिश्चियन बहुत बन गए हैं जो अच्छे समझदार बच्चे हैं बिगर चित्रों के भी समझा सकते हैं. ബാബ പറയാണ് ക്രിസ്ത്യൻസിന്റെ എണ്ണം വളരെ അധികമായിട്ടുണ്ടല്ലോ. ഇനി ബാബ പറയാണ് ആരാണോ നല്ല വിവേകശാലികളായിട്ടുള്ള കുട്ടികൾ അവർക്ക് ചിത്രത്തെ കൂടാതെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്ന് ബാബ പറയാം. വിചാർ കരോ ഇസ് സമയ കിത്തനെ ഡർ മനുഷ്യർ ഹേ. ബാബ പറയാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഒരു സമയം എത്രയ്ക്കധികം മനുഷ്യരാണ്. നൈ ദുനിയാമേ കിത്തനെ തോടെ മനുഷ്യ ഹോങ്കെ. ബാബ പറയാണ് പുതിയ ലോകത്തില് എത്ര കുറച്ച് മനുഷ്യരാണ് ഉണ്ടാവുക, പക്ഷെ ഇപ്പൊ നോക്കൂ എത്രയധികം മനുഷ്യരാണ്. അബീതോ പുരാനി ദുനിയാ ഹേ ജിസ്മേം ഇത്തനെ മനുഷ്യ ഹേ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പഴയ ലോകമായല്ലോ. അപ്പൊ ബാബ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതില് ഇത്രയ്ക്കധികം മനുഷ്യരുണ്ടെന്ന് ബാബ പറയാം. फिर नई दुनिया कैसे स्थापन होती है, कौन स्थापन करते हैं, यह बाप ही समझाते हैं. ബാബ പറയാണ് പിന്നീട് ഇപ്പൊ പഴയ ലോകമായല്ലോ, ഇനി പിന്നീട് പുതിയ ലോകം ആരാണ് സ്ഥാപന ചെയ്യുക, എങ്ങനെയാണ് സ്ഥാപന ചെയ്യുക, ഇതെല്ലാം ബാബ തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. വഹി ജ്ഞാൻ കാ സാഗർ ഹേ. ആ ബാബ തന്നെയാണ് ജ്ഞാനത്തിന്റെ സാഗരൻ. तुम बच्चों को सिर्फ यह 84 का चक्र ही बुद्धि में रखना है. ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾ കേവലം ഈ 84 ജന്മത്തിന്റെ ചക്രത്തിന്റെ രഹസ്യമുണ്ടല്ലോ അത് മാത്രം നിങ്ങൾ ബുദ്ധിയിൽ വെക്കേണ്ടതുണ്ടെന്ന് ബാബ പറയാം. അബിഹം നർഗസെ സ്വർഗമേം ജാത്തെ ഹേ തോ അന്തർ ഖുശി ഹോനീന. ബാബ പറയാണ് അതായത് ഇപ്പൊ നമ്മൾ കുട്ടികൾ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ അത്രയ്ക്കും സന്തോഷം ഉണ്ടാകേണ്ടേ എന്ന് ബാബ പറയാ. സത്യയുഗമേ ദുഃഖ കി കോയി ബാത് ഹോത്തി നഹി. ബാബ പറയാണ് സത്യയുഗത്തിൽ ദുഃഖത്തിന്റെ യാതൊരു കാര്യവും അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് പറയാ ബാബ. ऐसी कोई अप्राप्त वस्तु नहीं जिसकी प्राप्ति के लिए पुरुषार्थ करे. ബാബ പറയാണ് അവിടെ അപ്രാപ്തമായിട്ടുള്ള ഒരു വസ്തുവും ഉണ്ടായിരിക്കില്ല. അതായത് ഏതു വസ്തുവിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പുരുഷാർത്ഥം, ഏത് വസ്തുവിന്റെ പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നത്, അങ്ങനെ ഒരു അപ്രാപ്തമായിട്ടൊരു വസ്തു അവിടെ ഉണ്ടായിരിക്കില്ല. കാരണം എല്ലാം ഉണ്ടായിരിക്കും. നമ്മൾ ഇല്ലാത്തതിന് വേണ്ടിയിട്ടാണല്ലോ പുരുഷാർത്ഥം ചെയ്യുക. ബാബ പറയുന്നത് ഇല്ലാത്തതായിട്ട് അവിടെ ഒന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പുരുഷാർത്ഥം ചെയ്യുക അതിന്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് ബാബ പറയാം. യഹാം പുരുഷാർത്ഥ കർണപ്പെടുത്താ ഹെ. ഇവിടെ പക്ഷെ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്യേണ്ടത് തന്നെയാണെന്ന് പറയാം. യഹ് മിഷീൻ ചാഹിയേ യഹ് ചാഹിയേ വഹാം തോ സബ് സുഖ് മൗജൂദ് ഹെ. ബാബ പറയാണ് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും പുരുഷാർത്ഥം ചെയ്യണം. അതായത് ഈ ഇന്ന മെഷീൻ വേണം, ഇന്നത് വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവിടെയാണെങ്കിൽ ബാബ പറയുന്നത് വളരെയധികം സുഖമായിരിക്കും. ജൈസെ കോയി മഹാരാജ ഹോത്താ ഹേ തോ ഉൻകെ പാസ് സബ് സുഖ് മൗജൂദ് രഹത്തെ ഹേ. അതായത് ബാബ പറയാണ് എങ്ങനെയാണോ ഒരു മഹാരാജാവ്, ആ മഹാരാജാവിന്റെ അടുത്താണെങ്കിൽ എല്ലാ പ്രകാരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ, അങ്ങനെയായിരിക്കും അവിടെ എന്ന് ബാബ പറയാം. കരീബ് കെ പാസ് തോ സബ് സുഖ് മൗജൂദ് നഹി ഹോത്തെ. ബാബ പറയുന്നത് ദരിദ്രരുടെ അടുത്താണെങ്കിൽ എല്ലാ സുഖത്തിന്റെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പരന്തു യഹ് തോ ഹേ കലിയുഗ് തോ ബീമാരിയാം ആദി സബ് കുച്ച് ഹേ. ബാബ പറയാണ്
ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെയുള്ള ധനവാന്മാരുണ്ട്. പക്ഷെ ബാബ പറയുന്നത് കലിയുഗമല്ലേ, അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ, അല്ലെ? അപ്പോ ദുഃഖമാണല്ലോ, അതാണ് ബാബ പറയുന്നത്. അബി തും പുരുഷാർത്ഥ് കർത്തേ ഹോ നയി ദുനിയാമേ ജാനേ കേ ലിയേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ പരിശ്രമിക്കുന്നത് എന്തിനാണ്? പുതിയ ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വർഗ് നരക് യഹാം ഹി ഹോത്താ ഹെ. സ്വർഗവും നരകവും ഇവിടെ തന്നെ ഉണ്ടെന്ന് ബാബ പറയാം. യഹ് സൂക്ഷ്മ വദൻ കി ജോ രമത് ഗമത് ഹെ യഹ് ബി ടൈം പാസ് കർണേ കെ ലിയേ. ബാബ പറയാണ്, ഈ സൂക്ഷ്മവദനത്തിലേക്കുള്ള വരവും പോക്കുമുണ്ടല്ലോ, അത് വെറും ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ബാബ പറയാ, അല്ലെ? ഒരു കളി. ജബ് തക് കർമാതീത് അവസ്ഥ ഹോ ടൈം പാസ് കർണേ കേ ലിയേ യഹ് കേൽപാൽ ഹേ. ബാബ പറയാ, ഏതുവരെ നിങ്ങൾ കർമാതീത അവസ്ഥയിൽ എത്തുന്നുവോ അതുവരേക്ക് ഈ സമയം കളയാനുള്ള ഒരു കളി മാത്രമാണ് ഈ സൂക്ഷ്മവദനത്തിലേക്കുള്ള വരവും പോക്കുമെന്ന് ബാബ പറയാം. കർമാതീത അവസ്ഥ ആ ജായേഗി ബസ്. ബാബ പറയുന്നത്, കർമാതീത അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. തുംകോ യഹി യാദ് രഹേഗാ കി ഹം ആത്മാനെ അബ് 84 ജന്മ പൂരേ കിയേ അബ് ഹം ജാത്തേ ഹേ ഘർ. അതായത് ബാബ പറയാണ്, കർമാതീത അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കും, അതായത് ഞങ്ങൾ ആത്മാക്കൾ ഇപ്പോൾ 84 ജന്മം പൂർത്തിയാക്കി കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ആ ഒരു അറിവ് മാത്രമായിരിക്കും ആ സമയത്ത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കാം. കർമാതീത അവസ്ഥ എത്തുമ്പോ ബാബ പറയാ, ഫിർ ആക്കർ സദോ പ്രധാൻ ദുനിയാമേം സദോ പ്രധാൻ പാർട്ട് ബജായേങ്കെ. പിന്നീട് ഞങ്ങൾ വന്നിട്ട് വീണ്ടും സദോപ്രധാന ലോകത്തിൽ സദോപ്രധാനമായ പാർട്ട് അഭിനയിക്കുക തന്നെ ചെയ്യും. ഈ ഒരു കാര്യം ബുദ്ധിയിലുണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. യഹ് ജ്ഞാൻ ബുദ്ധി മേ ലിയാ ഹുവാ ഹെ ഇസ്മേം ചിത്രോം ആദി കാ ദർകാർ നഹി. ബാബ പറയുന്നത്, ഈ ജ്ഞാനമെല്ലാം ബുദ്ധിയിൽ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഇതില് ചിത്രത്തിൻ്റെതായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് ബാബ പറയാ. ജൈസെ ബാരിസ്റ്റർ കിത്തന പഠിത്തേ ഹേ ബാരിസ്റ്റർ ബൻ ഗയേ ബസ് ജോ പാട് പടേ വഹ് കലാസ്. ബാബ പറയുന്നത്, എങ്ങനെയാണോ ഒരു വക്കീൽ പഠിക്കുന്നത്, അതായത് വക്കീലാകാൻ വേണ്ടി ധാരാളം പഠിക്കുമല്ലോ, വക്കീല് ആയി കഴിഞ്ഞാലോ കഴിഞ്ഞു, പിന്നെ ഏതാണ് പഠിപ്പ് പഠിച്ചിട്ടുള്ളത് അതെല്ലാം കഴിഞ്ഞു, അല്ലെ? വക്കീലായി കഴിഞ്ഞല്ലോ, പിന്നെ ആ പഠിപ്പ് വീണ്ടും പഠിക്കില്ലല്ലോ. അതാ ബാബ പറയുന്നത്, വക്കീലായി കഴിഞ്ഞ് മാറിയാൽ പിന്നെ അത് പഠിക്കില്ല എന്ന് ബാബ പറയാ. ഏതാണോ പഠിച്ചിട്ടുള്ളത് അതെല്ലാം കഴിഞ്ഞു എന്ന് പറയാ ബാബ. റിസൾട്ട് നിക്കലി പ്രാലബ്ധ് കി, അതായത് പിന്നീട് റിസൾട്ട് വരും പ്രാപ്തിയുടെ, അല്ലെ? തുമ്പി പടുക്കാർ ഫിർ ജായേ രാജായി കരേങ്കെ. ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികളും പഠിച്ചിട്ട് പിന്നീട് എന്താണ്, രാജപദവിയിലേക്ക് പോകും, അല്ലെ? വഹാം നോളജ് കി ദർക്കാർ നഹി. അവിടെ ഈ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്, പിന്നീട് നമ്മൾ രാജ്യം ഭരിക്കാൻ പോകും, അവിടെ നമുക്ക് ഈ പഠിപ്പിന്റെ ആവശ്യമില്ല എന്ന് ബാബ പറയും. ഈ നോളജിന്റെ ആവശ്യമില്ല. ഇൻ ചിത്രോ മേ ബി റോങ് റൈറ്റ് ക്യാ ഹേ യഹ് അബി തുമാരി ബുദ്ധി മേം ഹേ. ബാബ പറയുന്നത്, ഈ ചിത്രത്തിൽ ഏതാണ് തെറ്റും ശരിയും, ഏതൊക്കെയാണ്, ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ടെന്ന് ബാബ പറയാ. ബാപ്പ് ബൈട്ട് സമജാത്തെ ഹേ ലക്ഷ്മി നാരായൺ കോൻ ഹേ യഹ് വിഷ്ണു ക്യാ ഹേ വിഷ്ണു കെ ചിത്രമേം മനുഷ്യ മൂഞ്ച് ജാത്തെ ഹേ. ബാബ പറയുന്നത്, ബാബ ഇരുന്ന് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരാ. അതായത് ലക്ഷ്മി നാരായണൻ ആരാണ്, ഈ വിഷ്ണു അത് ആരാണ്, അതുപോലെ ഈ വിഷ്ണുവിന്റെ ചിത്രത്തില് കാണുമ്പോൾ മനുഷ്യർക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്നു എന്ന് ബാബ പറയാം. ബിഗർ സമജ് കെ പൂജ ബി ജൈസെ ഫാൽത്തു ഹോ ജാത്തി ഹേ. ബാബ പറയുന്നത്, മനസ്സിലാക്കാതെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ ആ പൂജയൊക്കെ എന്തായി മാറാ, വ്യർത്ഥമായി പോകുന്നു എന്ന് ബാബ പറയാ. കാരണം ആരാണ് ലക്ഷ്മി നാരായണൻ, ആരാണ് വിഷ്ണു, ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, അറിയാതെ ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ബാബ പറയുന്നത്, മനസ്സിലാക്കാതെ പൂജ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പൂജയും വ്യർത്ഥമായി പോകുന്നു എന്ന് ബാബ പറയാം.
സമജത്തെ കുച്ച് ബി നഹി, ഒന്നും മനസ്സിലാക്കുന്നില്ല. ജൈസെ വിഷ്ണു കോ നഹി സമജത്തെ ഹേ ലക്ഷ്മി നാരായൺ കോ ബി നഹി സമജത്തെ, അതായത് എങ്ങനെയാണോ വിഷ്ണുവിനെ മനസ്സിലാക്കാത്തത് അതുപോലെ ലക്ഷ്മി നാരായണനെയും മനസ്സിലാക്കുന്നില്ല. ബാബ പറയാ ബ്രഹ്മ വിഷ്ണു ശങ്കർ കോബി നെഹി സമജത്തെ. ബാബ പറയുന്നു അത് മാത്രല്ല, ഈ ബ്രഹ്മാവ് വിഷ്ണു ശങ്കരൻ ഇവരെയും യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. ബ്രഹ്മാ തോ യഹാം ഹേ യഹ് പവിത്ര ബൻ ശരീർ ചോട് ചലേ ജായെങ്കെ. ബാബ പറയാണ് ബ്രഹ്മാവ് ഇവിടെ തന്നെയാണ്. ഈ ബ്രഹ്മാവ് ഇപ്പോൾ ഇവിടെ പവിത്രമായി മാറി ഈ ശരീരം ഉപേക്ഷിച്ച് തിരികെ പോകും. ഇസ് പുരാനി ദുനിയാസെ വൈരാഗ്യ ഹേ, ഈ പഴയ ലോകത്തോട് തീർച്ചയായിട്ടും വൈരാഗ്യം വേണമെന്ന് ബാബ പറയാം. യഹാം കാ കർമ്മബന്ധൻ ദുഃഖ് ദേനെ വാലാ ഹേ. ബാബ പറയുന്നത് ഈ പഴയ ലോകത്തിലെ കർമ്മബന്ധനങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം നിങ്ങൾക്ക് ദുഃഖം തരുന്നവയാണെന്ന് ബാബ പറയാം. അബ് ബാപ്പ് കഹത്തെ ഹേ അപ്പനെ ഘർ ചലോ. ഇപ്പൊ ബാബ പറയാണ് നമുക്ക് വീട്ടിലേക്ക് പോകാം. വഹാം ദുഃഖ കാ നാം നിശാൻ നെഹി ഹോഗ, അവിടെ ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. പഹലെ തും അപ്പനെ ഗർമേൻ തേ ഫിർ രാജധാനി മേം ആയേ. ബാബ പറയാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു, പിന്നീടാണ് നിങ്ങൾ രാജധാനിയിലേക്ക് വന്നത്. അബ് ബാപ്പ് ഫിർ ആയേ ഹേ പാവൻ ബനാനെ. ഇപ്പോ ബാബ വീണ്ടും വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ പാവനമാക്കി മാറ്റുന്നതിന് വേണ്ടി. ഇസ് സമയ മനുഷ്യോം കാ ഖാൻ പാൻ ആദി കിത്തന ഗന്ധാ ഹേ. ബാബ പറയാണ് ഈ ഒരു സമയത്ത് നോക്കൂ, മനുഷ്യര് കഴിക്കുന്നതും കുടിക്കുന്നതെല്ലാം എത്ര മോശമായതാണെന്ന് ബാബ പറയാം. ക്യാ ക്യാ ചീസേം കാത്തേ രഹത്തെ ഹേ. ബാബ പറയാ എന്തെല്ലാം സാധനങ്ങളാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വഹാം ദേവതായേം ഏസി ഗന്തി ചീസേം തോടെ ഹി കാത്തേ ഹേ. ബാബ പറയണത് അവിടെ ദേവതകള് ഇതുപോലെയുള്ള മോശമായ വസ്തുക്കൾ ഒന്നും തന്നെ കഴിക്കില്ല എന്ന് ബാബ പറയാം. ഭക്തി മാർഗ് ദേഖോ കൈസാ ഹേ മനുഷ്യക്ക് ബി ബലി ചടുത്തി ഹേ. ബാബ പറയാ ഇനി ഭക്തിമാർഗം നോക്കൂ, ഭക്തിമാർഗത്തിലും എന്തെല്ലാമാണ് കാണുന്നത്. അതായത് മനുഷ്യന്റെ വരെ ബലി അവിടെ ചെയ്യും അല്ലെ, നരബലിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഈ ഭക്തി മാർഗത്തില്. അപ്പൊ ബാബ പറയാ ഭക്തിമാർഗവും എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ യഹി ബി ഡ്രാമ ബനാ ഹുവാ ഹേ. ബാബ പറയുന്നത് ഇതും ഡ്രാമയിലുള്ളതാണ്. പുരാനി ദുനിയാസെ ഫിർ നയി സരൂർ ബന്നി ഹേ. ബാബ പറയാണ് പഴയ ലോകത്തിൽ നിന്നും പിന്നീട് പുതിയ ലോകം വീണ്ടും ഉണ്ടാകേണ്ടതുണ്ട്. അബി തും ജാൻതേ ഹോ ഹം സദോ പ്രധാൻ ബൻ രഹേ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ സദോ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യഹുതോ ബുദ്ധി സമജ്തി ഹേന ഇസ്മേൻ തോ ചിത്ര നാ ഹോ തോ ഓർ ഹി അച്ചാ ഹേ. ബാബ പറയുന്നത് ഇതും നിങ്ങൾക്ക് ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ, ഈ ഒരു കാര്യത്തിന് മേൽ ചിത്രം ഇല്ലാതിരിക്കുന്നതാ നല്ലതെന്ന് ബാബ പറയാം. നഹീതോ മനുഷ്യ ബഹുത്ത് ഹി പ്രശ്ന പൂച്ചത്തെ ഹേ. ഇല്ലെങ്കിൽ ബാബ പറയാണ് മനുഷ്യർ ഇതിന്മേൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് ബാബ പറയാം. ബാപ്പനെ 84 ജന്മോം കാ ചക്ര സംജായ ഹേ. ബാബ വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് 84 ജന്മത്തിന്റെ ചക്രത്തിന്റെ രഹസ്യമെല്ലാം മനസ്സിലാക്കി തന്നു. ഹം ഏസെ സൂര്യവംശി ചന്ദ്രവംശി വൈശ്യവംശി ബൻതേ ഹേ. ബാബ പറയാണ് അതായത് ബാബ നമുക്ക് ഇവിടെ വന്ന് മനസ്സിലാക്കി തന്നു നമ്മൾ എങ്ങനെയാണ് സൂര്യവംശി, പിന്നീട് ചന്ദ്രവംശി, അതിനുശേഷം വൈശ്യവംശി, അങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നുണ്ടല്ലോ. ഇതെല്ലാം ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത്തനെ ജന്മലേത്തേ ഹേ. അതുപോലെ ഓരോ യുഗത്തിലും സൂര്യവംശി കുലം, ചന്ദ്രവംശിയില്, അതുപോലെ വൈശ്യവംശിയില്, ശൂദ്രന്റെ വംശത്തിലൊക്കെ എത്തുമ്പോൾ ഇത്ര ജന്മങ്ങൾ എടുക്കുന്നു. ഇതെല്ലാം ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു. യഹ് ബുദ്ധിമേം രഖ്നാ ഹോത്താ ഹേ. ഇതെല്ലാം നിങ്ങൾ ബുദ്ധിയിൽ വെക്കേണ്ടതായിട്ടുണ്ടെന്ന് ബാബ പറയാം. തും ബച്ചേ സൂക്ഷ്മവദൻ കാ രാസ് ബി സമജ്തേ ഹോ, ധ്യാൻ മേം സൂക്ഷ്മവദൻ മേം ജാത്തേ ഹോ, പരന്തു ഇസ്മേം നാ योग है ना ज्ञान है. ബാബ പറയാ
നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ സൂക്ഷ്മവദനത്തിന്റെ രഹസ്യവും മനസ്സിലായി കഴിഞ്ഞു. അതായത് നിങ്ങൾ സൂക്ഷ്മവദനത്തിൽ ധ്യാനത്തിൽ പോകാറുണ്ടല്ലോ, സൂക്ഷ്മവദനത്തിൽ. പക്ഷെ ബാബ പറയുന്നത് ഇതില് ജ്ഞാനമോ യോഗമോ ഇല്ല എന്ന് പറയാം. കേവലം സൂക്ഷ്മവദനത്തിൽ പോകുന്നുണ്ട്, ധ്യാനത്തിലിരിക്കുമ്പോ സൂക്ഷ്മവദനത്തിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതില് ജ്ഞാനത്തിന്റെയോ യോഗത്തിന്റെയോ കാര്യമില്ല എന്ന് ബാബ പറയാ. യഹ് സിർഫ് ഏക് രസം ഹേ, ഇത് വെറും ഒരു ആചാര രീതി മാത്രമാണെന്ന് ബാബ പറയാം. समझाया जाता है कैसे आत्मा को बुलाया जाता है, फिर जब आती है तो रोते हैं. ബാബ പറയാണ്, ബാബ ഇത് മനസ്സിലാക്കി തരുന്നുണ്ട് എങ്ങനെയാണ് ആത്മാവിനെ വിളിക്കുന്നത്. പിന്നീട് എപ്പോൾ ആത്മാവ് വരുന്നുവോ അപ്പോൾ കരയാനും തുടങ്ങും. പശ്ചാത്താപ് ഹോത്താ ഹെ, കാരണം ആത്മാവ് പശ്ചാത്തപിക്കുകയാണ്. ഹംനെ ബാബാ കാ കഹന നഹി മാന, അതായത് ഞങ്ങൾ ഈ ബാബ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിച്ചില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ആത്മാക്കള് പശ്ചാത്തപിക്കുന്ന ബാബ പറയാം. യഹ് സബ് ഹേ ബച്ചോം കോ സമझाने के लिए कि പുരുഷാർത്ഥ में लग पड़े, ഗഫലത്ത് നാ കരേ. ബാബ പറയാണ്, ഇതെല്ലാം കേവലം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ആത്മാവിനെ വിളിക്കുന്നതും അപ്പൊ ആത്മാവി പശ്ചാത്തപിച്ച് ഇങ്ങനെ കരഞ്ഞു പറയുന്നതൊക്കെ കുട്ടികൾക്ക് കാണുമ്പോ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതാ ബാബ പറയുന്നത് ഇത് കേവലം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് നിങ്ങൾ പുരുഷാർത്ഥത്തിൽ മുഴുകൂ, നിങ്ങൾ തെറ്റുകൾ ചെയ്യാതിരിക്കൂ, അങ്ങനെയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. बच्चे सदा यह अटेंशन रखे कि हमें अपना टाइम सफल करना है, वेस्ट नहीं करना है, तो മായ ഗഫലത്ത് നഹി കരാ സക്തി ഹെ. ബാബ പറയാണ്, അതായത് കുട്ടികളോട് പറയാണ്, കുട്ടികളെ നിങ്ങൾ സദാ നിങ്ങൾ അറ്റൻഷനിലിരിക്കണം, ശ്രദ്ധയോടെ ഇരിക്കണം. അതായത് നമ്മുടെ സമയത്തെ ഒരിക്കലും വേസ്റ്റ് ആക്കരുത്, സഫലമാക്കണം. ഓരോ സമയവും നമ്മൾ നമ്മുടെ ഓരോ സമയവും സഫലമാക്കേണ്ടതുണ്ട്. ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്, നഷ്ടപ്പെടുത്തരുതെന്ന് പറയാ ബാബ സമയം. അങ്ങനെയാണെങ്കിൽ മായ നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കില്ല. കാരണം നമ്മൾ സമയം വേസ്റ്റ് ആക്കാതെ ഓരോ സമയവും സഫലമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മായ നമ്മളെ കൊണ്ട് ഒരിക്കലും തെറ്റ് ചെയ്യിക്കില്ല. ബാബാ ഭി സമജാത്തെ രഹത്തെ ഹേ ബച്ചേ ടൈം വേസ്റ്റ് നാ കരോ. ബാബയും കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, അതായത് കുട്ടികളെ നിങ്ങൾ സമയത്തെ ഒരിക്കലും വേസ്റ്റ് ആക്കാതിരിക്കോ. ബഹുത്തോം കോ രാസ്ത ബത്താനേക്ക പുരുഷാർത്ഥ കരോ. ബാബ പറയാണ്, നിങ്ങൾ അനേകർക്ക് വഴി മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ വഴി പറഞ്ഞു കൊടുക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. മഹാദാനി ബനോ, അതായത് മഹാദാനിയായിട്ട് മാറൂ. ബാപ്പുക്കോ യാദ് കരോ തോ വികർമ്മ വിനാശ് ഹോങ്കെ. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മമെല്ലാം വിനാശമാകുന്ന ബാബ പറയാ. ജോ ബി ആത്തെ ഹേ ഉൻകോ യഹ് സമജാവോ ഓർ 84 കാ ചക്ര ബതാവോ. ബാബ പറയാണ്, ആരെല്ലാം വരുന്നുണ്ടോ അവർക്കെല്ലാം നിങ്ങൾ ഇത് മനസ്സിലാക്കി കൊടുക്കൂ. അതുപോലെ 84 ജന്മത്തിന്റെ ചക്രത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കൂ. അതായത് ആരെല്ലാം വരുന്നുണ്ടോ അവർക്കെല്ലാം ബാബയെ ഓർമ്മിച്ചാൽ വികർമ്മം വിനാശമാകും. ഈ ഒരു കാര്യവും മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം 84 ജന്മത്തിന്റെ ചക്രത്തിന്റെ രഹസ്യവും മനസ്സിലാക്കി കൊടുക്കണം. വേൾഡ് കി ഹിസ്റ്ററി ജോഗ്രഫി കൈസെ റിപ്പീറ്റ് ഹോത്തി ഹേ. അതായത് ബാബ പറയാണ്, ഈ ഒരു ലോകം അല്ലെ, അതിന്റെ ഹിസ്റ്ററി ജോഗ്രഫി എങ്ങനെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. നട്ഷെൽ മേം സാരാ ചക്ര ബുദ്ധി മേം രഹന ചാഹിയേ. ബാബ പറയുന്നത് ഈ മുഴുവൻ ചക്രത്തിന്റെയും ആ സാരം, ആ സാരരൂപത്തിൽ മുഴുവൻ ചക്രത്തിന്റെയും ആ അറിവ് എന്ന് പറയുന്നത് സാരരൂപത്തിൽ നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണെന്ന് ബാബ പറയാം. തും ബച്ചോം കോ ഖുശി രഹനി ചാഹിയേ കി അബി ഹം ഇസ് ഗന്ദി ദുനിയാ സെ ഛൂട്ടെ ഹേ. ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ മോശമായ ലോകത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ബാബ പറയാ.
മനുഷ്യ സമജ്തേ ഹേ സ്വർഗ നരക യഹാം ഹി ഹേ. മനുഷ്യരാണെങ്കിൽ എന്താ മനസ്സിലാക്കുന്നത്? സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ്. ജിൻകോ ബഹുത് ധൻ ഹേ തോ സമജ്തേ ഹേ ഹം സ്വർഗമേം ഹേ. ബാബ പറയാണ്, ആരുടെ കൈവശമാണോ ധാരാളം സമ്പത്തുള്ളത് അവരെന്താ മനസ്സിലാക്ക? ഞങ്ങൾ സ്വർഗത്തിലാണ് അല്ലെ. ധാരാളം ധനമുണ്ടെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവരെന്താ കരുതാ? ഞങ്ങൾ സ്വർഗത്തിൽ തന്നെയാണ് എന്ന് കരുതും. അച്ഛേ കർമ്മ കിയേ ഹേ ഇസ്ലിയേ സുഖമിലാഹേ. ബാബ പറയുന്നത്, അവർ നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും സുഖം ലഭിക്കുന്നത്. അഭി തും ബഹുത് അച്ഛേ കർമ്മ കർത്തേ ഹോ ജോ 21 ജന്മ കേ ലിയേ തും സുഖ പാത്തേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ വളരെ നല്ല കർമ്മം ചെയ്യുകയാണെങ്കിൽ 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് സുഖം നേടാൻ കഴിയുമെന്ന് ബാബ പറയാ. വഹുത്തോ ഏക് ജന്മ ലിയേ സമജ്തേ ഹേ കി ഹം സ്വർഗമേം ഹേ. ബാബ പറയുന്നത്, അവർ ഒരു ജന്മത്തേക്കാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന്. അവർ ഈ ഒരു ജന്മമാണ് അവര് മനസ്സിലാക്കുന്നത്. ബാപ്പ് കഹത്തെ ഹേ വഹ് ഹേ അല്പകാൽ കാ സുഖ തുമാരാ ഹേ 21 ജന്മോം കാ. ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, അത് അല്പകാലത്തെ സുഖമാണ് അല്ലെ. ഒരു ജന്മത്തേക്ക് അവര് വളരെ സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കുന്നുണ്ടാകും. അപ്പൊ അവർക്കത് സ്വർഗത്തിലാന്ന് തോന്നുന്നുണ്ടാകും. ബാബ പറയുന്നത് അല്പകാലത്തെ സുഖമാണ്. പക്ഷെ നിങ്ങൾ കുട്ടികളുടേത് 21 ജന്മത്തേക്കുള്ള സുഖമാണ് എന്ന് ബാബ പറയാം. ജിസ്കെ ലിയേ ബാബ കഹത്തെ ഹേ സബീ കോ രാസ്ത ബത്താത്തെ ജാവോ. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ എല്ലാവർക്കും വഴി പറഞ്ഞുകൊണ്ടേ പോകൂ. ബാപ്പ് കി യാദ് സേ ഹി നിരോഗി ബനേംഗെ ഓർ സ്വർഗ് കെ മാലിക് ബൻ ജായേംഗെ. ബാബ പറയാണ്, ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിരോഗിയായി മാറുന്നതും സ്വർഗത്തിന്റെ അധികാരിയായിട്ട് മാറുന്നതും. സ്വർഗമേം ഹേ രാജായി. ഇപ്പൊ സ്വർഗത്തിൽ തന്നെയാണ് രാജധാനി എന്ന് ബാബ പറയാ. ഉൻകോ ബി യാദ് കരോ. അപ്പൊ ആ ഒരു എന്താണ്, സ്വർഗത്തെയും നിങ്ങൾ ഓർമ്മിക്കൂ. രാജായി ദി അഭി നഹി ഹേ. ബാബ പറയുന്നത്, രാജധാനിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല എന്ന് ബാബ പറയാ. ഭാരത് കി ഹി ബാത്ത് ഹേ ബാക്കി തോ. ബാബ പറയുന്നത്, ഇത് ഭാരതത്തിന്റെ തന്നെ കാര്യമാണെന്ന് ബാബ പറയാ. പിച്ചാടി മേം സബ് ചലേ ജായേംഗെ ഫിർ ഹം ആയേംഗെ നയി ദുനിയാമേ. ബാബ പറയുന്നത്, അവസാനം എല്ലാവരും തിരികെ പോകും, പിന്നെ നമ്മൾ വരും പുതിയ ലോകത്തിലേക്ക് എന്ന് ബാബ പറയാം. അബ് ഇസ് സമജാനെ മേം ചിത്രോം കി ദർക്കാർ തോടേ ഹി ഹേ. ബാബ പറയുന്നത്, ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചിത്രത്തിന്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് ബാബ പറയാം. യഹ് സിർഫ് സമജാനെ കെ ലിയേ മൂൽവദൻ സൂക്ഷ്മവദൻ ദിക്കാത്തേ ഹേ. ബാബ പറയാണ്, ഈ മൂലവദനവും സൂക്ഷ്മവദനവും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ, അത് കേവലം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് ബാബ പറയാം. സംജായ ജാത്താ ഹേ ബാക്കി യഹ് തോ ഭക്തി മാർഗ് വാലോം നെ ചിത്ര ആദി ബനായേ ഹേ. ബാബ പറയുന്നത്, ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ്. ബാക്കിയുള്ള ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭക്തി മാർഗത്തിലുള്ളവരാണ് ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ബാബ പറയാം. തോ ഹംകോ ബി ഫിർ കറക്റ്റ് കർ ബനാനെ പഡ്തേ ഹേ. അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റാക്കിയത് ശരിയാക്കി മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് ബാബ പറയാ. നമ്മളത് വീണ്ടും, അതായത് ഭക്തി മാർഗത്തില് ധാരാളം ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നഹി തോ കഹേങ്കി തും തോ നാസ്തിക് ഹോ ഇസ്ലിയെ കറക്റ്റ് കർ ബനായേ ഹേ. ഇല്ലെങ്കിൽ അവരെന്താ പറയാ, നിങ്ങൾ നാസ്തികരാണ്, അപ്പൊ അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ചെയ്തു തരാത്തതെന്ന് പറയും. അപ്പൊ അതുകൊണ്ടാ ബാബ പറയുന്നത്, ആ ഭക്തി മാർഗത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിത്രങ്ങളെയൊക്കെ കേവലം കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് ബാബ പറയാം. ബ്രഹ്മദ്വാര സ്ഥാപന ശങ്കർ ദ്വാര വിനാശ് വാസ്തവമേം യഹ്ബി ഡ്രാമാമേം നൂന്ത് ഹേ. ബാബ പറയുന്നത്, ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കരനിലൂടെ വിനാശം. വാസ്തവത്തില് ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ് എന്ന് ബാബ പറയാ. കോയി കുച്ച് കർത്ത തോടെ ഹി ഹേ. അല്ലാതെ ആരും ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് ബാബ പറയാം. സയൻസ് ദാൻ ബി അപ്നി ബുദ്ധി സേ യഹ് സബ് ബനാത്തെ ഹേ.
ശാസ്ത്രജ്ഞന്മാരും അവരവരുടെ ബുദ്ധിയാലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ബൽ കിത്തനാബി കോയി കഹേ കി ബോംസ് നാ ബനാവോ പരന്തു ജിൻകെ പാസ് ഡർ ഹേ വഹ് സമുദ്ര മേൻ ഡാലേ തോ ഫിർ ദൂസര കോയി നാ ബനായേ. ബാബ പറയാണ്, ഇപ്പോ അവരുടെ അടുത്ത് എത്ര തന്നെ പറയുകയാണ്, അതായത് ബോംബുകളൊന്നും ഇനി ഉണ്ടാക്കരുത്, അങ്ങനെ എത്ര തന്നെ പറഞ്ഞാലും ബാബ പറയുന്നത് ആരുടെ അടുത്താണോ അത്രയ്ക്കും അധികം ബോംബുള്ളത് അവർ ഇതെല്ലാം ഈ സമുദ്രത്തിൽ കൊണ്ടിടുകയാണെങ്കിൽ പിന്നീട് വേറെ ആരും ഇതുണ്ടാക്കില്ല എന്ന് ബാബ പറയാം. വഹ്രക്കേ ഹേ തോ സരൂർ ഓർ ബി ബനായെങ്കിൽ, അഥവാ അവര് കൈവശം വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരും ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമെന്ന് ബാബ പറയാം. അബി തും ബച്ചെ ജാൻതേ ഹോ സൃഷ്ടി കാ വിനാശ് തോ സരൂർ ഹോനാ ഹി ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഈ സൃഷ്ടിയുടെ വിനാശം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്, ഉണ്ടാക്കുക തന്നെ ചെയ്യും അല്ലെ. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ലഡായി ബി സരൂർ ലഗ്നി ഹേ, യുദ്ധവും തീർച്ചയായിട്ടും ഉണ്ടാകും. വിനാശ് ഹോത്താ ഹേ ഫിർ തും അപ്ന രാജ്യ ലേത്തേ ഹോ, അതായത് വിനാശം ഉണ്ടാകും, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ രാജ്യം എടുക്കുമെന്ന് ബാബ പറയാ. അബ് ബാപ്പ് കഹത്തെ ഹേ ബച്ചെ സബ്കാ കല്യാൺകാരി ബനോ. ബാബ ഇപ്പൊ പറയുന്നത് എന്താണ്? കുട്ടികളെ, നിങ്ങൾ എല്ലാവരുടെയും മംഗളകാരിയായിട്ട് മാറൂ. ബച്ചോം കോ അപ്നി ഊഞ്ച് തക്ദീർ ബനാനെ കെ ലിയെ ബാപ്പ് ശ്രീമത് ദേത്തെ ഹേ. മീഠേ ബച്ചെ അപ്നെ സബ് കുച്ച് ധനി കെ നാം പർ സഫൽ കർ ലോ. അപ്പൊ ബാബ പറയാണ്, അതായത് കുട്ടികള് അവരവരുടെ ആ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബാബ നമുക്ക് ശ്രീമതം തരികയാണ്. അതായത് ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, അതായത് നിങ്ങളുടേതായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ ബാബയുടെ പേരിൽ സഫലമാക്കൂ. കിത്തനി ഡബി രഹേഗി ദൂൽമേം കിൻകി രാജാ കായേ ധനി खुद कहते हैं बच्चे इसमें खर्च करो. यह रूहानी हॉस्पिटल യൂണിവേഴ്സിറ്റി खोलो तो बहुतों का कल्याण हो जाएगा. അപ്പൊ ബാബ കുട്ടികൾക്ക് ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാബ നമുക്ക് ശ്രീമതം തരാണ്. അതായത് ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടേതായിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ബാബയുടെ പേരിൽ സഫലമാക്കൂ. ചിലരുടേതാണെങ്കിൽ മണ്ണിൽ പോകും, ചിലരുടേതാണെങ്കിൽ സർക്കാർ പിടിച്ചെടുക്കും. അപ്പൊ ബാബ സ്വയം പറയുകയാണ്, അതായത് കുട്ടികളെ, നിങ്ങൾ ഈ ബാബയുടെ കാര്യത്തിൽ അത് ചിലവഴിക്കൂ. ഈ ആത്മീയ ഹോസ്പിറ്റൽ, അതുപോലെ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം തുറക്കൂ. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത് അനേകരുടെ മംഗളം ഉണ്ടായിക്കൊണ്ടിരിക്കും. ധനി കെ നാം തും ഖർച്ചത്തെ ഹോ ജിസ്കാ ഫിർ 21 ജന്മ കെ ലിയേ തുംകോ റിട്ടേൺ മേ മിൽത്താ ഹേ. ബാബ പറയുന്നത്, അതായത് ബാബയുടെ പേരിൽ നിങ്ങൾ എന്തെല്ലാം ചെലവഴിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം റിട്ടേൺ ആയിട്ട് 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ബാബ പറയാ. യഹ് ദുനിയാ ഹി കദം ഹോനി ഹേ, ഇസ്ലിയേ ധനി കെ നാം ജിത്ന ഹോ സഗേ സഫൽ കരോ. അപ്പൊ ബാബ പറയുന്നത്, ഈ പഴയ ലോകം തീർച്ചയായിട്ടും നശിക്കും. അതുകൊണ്ട് ബാബ പറയാണ്, ബാബയുടെ പേരിൽ നിങ്ങൾക്ക് എത്രത്തോളം കഴിയുമോ അത്രത്തോളം നിങ്ങൾ സഫലമാക്കൂ. അപ്പൊ എത്രത്തോളം നമ്മൾ ബാബയുടെ പേരിൽ സഫലമാക്കുന്നുണ്ടോ അത്രയും അധികം നമുക്ക് 21 ജന്മത്തേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതാ ബാബ പറയണ. ധനി ശിവബാബ ഹേന. അപ്പൊ ധനി, നാഥൻ എന്ന് പറയുന്നത് ആരാണ്? ശിവബാബയാണ്. ഭക്തി മാർഗമേമ്പി ധനി കെ നാം കർത്തേതേ. ഇത് ഭക്തി മാർഗത്തിലും ഈ ഭഗവാന്റെ പേരില് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതായത് ഭഗവാന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അബി തോഹെ ഡയറക്റ്റ്. ഇപ്പൊ ഭഗവാനാണെങ്കിലോ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. ധനി കെ നാം ബഡി ബഡി യൂണിവേഴ്സിറ്റി കോൽത്തെ ജാവോ തോ ബഹുത്തോം കോ കല്യാൺ ഹോ ജായേഗ. അതായത് ബാബയുടെ പേരില് വലിയ വലിയ യൂണിവേഴ്സിറ്റി ഒക്കെ തുറന്നുകൊണ്ടേ പോകൂ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ധാരാളം പേരുടെ മംഗളം ഉണ്ടാകുക തന്നെ ചെയ്യും. 21 ജന്മലിയെ രാജ്യഭാഗ്യ ചക്ര ലേങ്കെ. അതായത് 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് രാജ്യഭാഗ്യത്തിന്റെ ആ ചക്രത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്ന ബാബ പറയാ, രാജ്യഭാഗ്യത്തിന്റെ. നഹീതോ യഹ്
ധൻ ദൗലത്ത് ആദി സബ് കദം ഹോ ജായേഗ. ബാബ പറയുന്നത് ഇല്ല എങ്കിൽ, നിങ്ങൾ ഇതെല്ലാം സഫലമാക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ധനവും സമ്പത്തും എല്ലാം നശിക്കുന്ന ബാബ പറയാ, എല്ലാം അവസാനിക്കും. ഭക്തി മാർഗമേം കദം നഹി ഹോത്തേ ഹെ, ഭക്തി മാർഗത്തിൽ അവസാനിക്കില്ല. അബീതോ കദം ഹോനാ ഹെ, ഇപ്പോ ഇതെല്ലാം അവസാനിക്കാനുള്ളതാണ്. തും ഖർച്ച ഫിർ തുംകോ ഹി റിട്ടേൺ മിലേഗ, നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിട്ടേൺ കിട്ടുക തന്നെ ചെയ്യും. ധനി കെ നാം പർ സബ്കാ കല്യാൺ കരോ തോ 21 ജന്മോം കാ വർഷ മിലേഗ. അതായത് അച്ഛന്റെ പേരില് നമ്മൾ എല്ലാം മംഗളമാക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, എല്ലാം നമ്മൾ അച്ഛന്റെ പേരിൽ അർപ്പിച്ച് മംഗളമാക്കുന്നുണ്ടെങ്കിൽ 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നിങ്ങൾക്ക് കിട്ടും. കിത്തന അച്ഛാ സമജാത്തേ ഹേ ഫിർ ജിൻകി തക്ദീർ മേം ഹേ വഹ് ഖർച്ച് കർത്തേ രഹത്തെ ഹേ. ബാബ പറയുന്നത് എത്ര നല്ല രീതിയിലാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. പിന്നീട് ആരുടെ ഭാഗ്യത്തിലാണോ ഉള്ളത് അവർ ഈ ചെലവ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ. ബാബയുടെ പേരില് എല്ലാ കാര്യങ്ങളും സഫലമാക്കിക്കൊണ്ടേയിരിക്കുമെന്ന് ബാബ പറയാ. അപ്പന ഗർഭാർബി സമ്പാൽന ഹേ, ബാബ പറയുന്നത് നിങ്ങൾ വീടും കുടുംബവും സംരക്ഷിക്കുകയും വേണം. ഇൻകാ പാർട്ട് ഹി ഏസാദ, അതായത് ബ്രഹ്മബാബയുടെ പറയാണ് ഇവിടെ. ബ്രഹ്മബാബയുടെ പാർട്ടും ഇങ്ങനെയായിരുന്നു. എക്ദം സോർസെ നശാ ചട് ഗയ, അതായത് പെട്ടെന്ന് തന്നെ വളരെ ഉയർന്ന രീതിയിൽ ലഹരി കയറിയെന്ന് ബാബ പറയാ. ബാബ ബാദ്ഷാഹി ദേത്തെ ഹേ ഫിർ ഗദായി ക്യൂം കരേങ്കെ. അപ്പൊ ബാബ പറയാണ്, അതായത് ബ്രഹ്മബാബ പറയാണ്, ബ്രഹ്മബാബയ്ക്ക് ഇങ്ങനെയാ തോന്നിയത്, അതായത് ശിവബാബ ചക്രവർത്തി പദവി തരുന്നു, പിന്നെ എന്തിനാണ് ഈ കഴുതപ്പണിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ലഹരിയാണ് ബ്രഹ്മബാബയ്ക്ക് കയറിയത്. തും സബ് ബാദ്ഷാഹി ലേനെ ലിയെ ബൈഠേ ഹോ തോ ഫോളോ ഫാദർ കരോ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ എല്ലാവരും ഇവിടെ ചക്രവർത്തി പദവി എടുക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യൂ എന്ന് പറയാ ബാബ. ജാൻതേ ഹോ ഇസ്നെ കൈസേ സബ് ചോട് ദിയ, നിങ്ങൾക്കറിയാലോ ഈ ബ്രഹ്മബാബ എല്ലാം എങ്ങനെയാണ് ഉപേക്ഷിച്ചത്. നശാ ചട് ഗയ, ലഹരി കയറി. ഓഹോ രാജായി മിൽത്തി ഹേ, അൽഫുക്കോ അല്ലാ മിലാ തോ ബേ കോബി രാജായി ദേദി. ബാബ പറയാണ്, അതായത് ബ്രഹ്മബാബയ്ക്ക് ഇങ്ങനെയാണ് മനസ്സിലായത്, അതായത് എനിക്ക് രാജ്യഭാഗ്യം ലഭിക്കാൻ പോവുകയാണ്, അല്ലെ. അതായത് അൽഫിന് അല്ലാഹുവിനെ ലഭിച്ചപ്പോൾ, അതായത് അൽഫ് എന്താ ചെയ്ത് തന്റെ ജീവിത പങ്കാളിക്ക് കൂടി ഈ രാജപദവി കൊടുത്തു. രാജായി ദി കം നെഹീദ. ബാബ പറയാണ്, ഈ ബ്രഹ്മബാബയ്ക്കും അതായത് രാജ്യ അധികാരം പോലെ അത്രയും ഉയർന്നതായിരുന്നു ബ്രഹ്മബാബയും, അത്ര കുറവൊന്നും ആയിരുന്നില്ല എന്ന് പറയാം. അച്ഛാ ഫസ്റ്റ് ക്ലാസ് ദന്താദ. ബാബ പറയാണ്, വളരെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ജോലിയായിരുന്നു, അല്ലെ. ബ്രഹ്മബാബയ്ക്ക് വജ്ര വ്യാപാരമായിരുന്നല്ലോ. അപ്പൊ അതാ ബാബ പറയുന്നത്, ചെറുതൊന്നും ആയിരുന്നില്ല പദവി, അതുപോലെ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ജോലിയായിരുന്നു. അബ് തുംകോ യഹ് രാജായി മിൽ രഹി ഹേ തോ ബഹുത്തോം കോ കല്യാൺ കരോ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഈ രാജ്യപദവി, ഈ രാജാധികാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അനേകരുടെ മംഗളം ചെയ്യൂ. പഹലെ ബട്ടി ബനി ഫിർ കോയി പക്ക് കർ തയ്യാർ ഹുയേ കോയി കച്ചേ രഹ് ഗയേ. ബാബ പറയുന്നത്, ആദ്യം ബട്ടിയെല്ലാം വെച്ചിരുന്നു, അതില് ചിലവരൊക്കെ നല്ല രീതിയിൽ പക്കയായിട്ട് മാറി, ചിലവരാണെങ്കിലോ പാകമാകാതെ അതുപോലെ തന്നെ ഇരുന്നു എന്ന് ബാബ പറയാം. ഗവൺമെന്റ് നോട്ട് ബനാത്തി ഹേ ഫിർ ടീക്ക് നെഹി ബൻതേ ഹേ തോ ഗവൺമെന്റ് കോ ജൽ ദേനെ പടുത്തേ ഹേ. അപ്പൊ ബാബ പറയാണ്, ഗവൺമെന്റ് നോട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇനി അഥവാ ആ നോട്ടൊന്നും ശരിയായില്ലെങ്കിൽ അത് ഗവൺമെന്റ് തന്നെ കത്തിച്ചു കളയേണ്ടി വരുന്നു, ഗവൺമെന്റിന് തന്നെ അത് കത്തിച്ചു കളയേണ്ടി വരുന്നു. ആകെ തോ ചാന്ദി കെ രൂപയെ ചലത്തേ ദേ സോന ഓർ ചാന്ദി ബഹുത്ത് ദാ. ബാബ പറയുന്നത്, മുൻപെല്ലാം ഈ വെള്ളിക്കാശൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ സ്വർണത്തിന്റെയും വെള്ളിയുടേതുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അബീ തോ ക്യാ ഹോ രഹാ ഹെ, ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് ബാബ പറയാ. കോയി കി രാജ കാ ജാത്തെ കോയി കി ടാക്കു കാ ജാത്തെ ടാക്കെ ബി ദേക്കോ കിത്തനെ ലഗ്തേ ഹെ.
ബാബ പറയുന്നത് ചിലവരുടേതാണെങ്കിലോ രാജാവ് എടുത്തുകൊണ്ട് പോകും, ചിലരുടേതാണെങ്കിലോ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകും. എത്രയധികം കള്ളന്മാരാണ് നോക്കൂന്ന് ബാബ പറയാം. ഫൈമാൻ ബി ഹോഗ, പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകും. യഹ് ഹേഹി രാവൺ രാജ്, ഇത് രാവണ രാജ്യമാണ്. രാംരാജ് സത്യുഗക്കോ കഹാ ജാത്ത ഹെ, രാമരാജ്യമെന്ന് സത്യയുഗത്തെയാണ് പറയുക എന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ തുംകോ ഇത്തന ഊഞ്ച് ബനായ ഫിർ കങ്കാൽ കൈസേ ബനെ. ബാബ പറയാണ്, ഞാൻ നിങ്ങൾ കുട്ടികളെ എത്ര ഉയർന്നതാക്കി മാറ്റിയതാണ്, പിന്നീട് നിങ്ങൾ എങ്ങനെ ഇത്ര ദരിദ്രരായിട്ട് മാറി. अब तुम बच्चों को इतनी नॉलेज मिली है तो खुशी होनी चाहिए. ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഇത്രയധികം നോളജ് അല്ലെ അറിവ് കിട്ടിയല്ലോ, അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കണം. ദിൻ പ്രതിദിൻ ഖുഷി ബഡ്തി ജായേഗി, ദിനം പ്രതിദിനം നിങ്ങളുടെ സന്തോഷം ഉയർന്നുകൊണ്ടേയിരിക്കും. ജിത്തന യാത്ര പർ നജ്ദീക് ഹോഗേ ഉത്തിനി ഖുഷി ഹോഗി. ബാബ പറയുന്നത്, യാത്രയുടെ ലക്ഷ്യത്തില് എത്രമാത്രം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നുവോ അത്രയും സന്തോഷമുണ്ടായിരിക്കുമല്ലോ. തും ജാൻതേ ഹോ ശാന്തിദാം സുഖദാം സാമ്നെ കടാ ഹേ. നിങ്ങൾ കുട്ടികൾക്കറിയാം, ശാന്തിധാമവും സുഖധാമവും മുന്നിൽ നിൽക്കുന്നുണ്ട്. വൈകുണ്ഠക്കെ ജാട് ദിക്കായി പഡ് രഹേ ഹേ. വൈകുണ്ഠത്തിന്റെ ആ വൃക്ഷം കാണപ്പെടുന്നുണ്ട്. ബസ് അബ് പഹുഞ്ചേക്ക് പഹുഞ്ചേ, ഇപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛാ മീട്ടെ മീട്ടെ സിക്കീലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, അപ്പന ടൈം സഫൽ കർണേ കാ അറ്റൻഷൻ രഖ്നാ ഹേ. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയം സഫലമാക്കുന്നതിനുള്ള ശ്രദ്ധ വെക്കണമെന്ന് ബാബ പറയാം. മായ ഗഫലത്ത് നാ കരാ സകേ ഇസ്കേ ലിയേ മഹാദാനി ബൻ ബഹുത്തോം കോ രാസ്ത ബത്താനെ മേ ബിസി രഹനാ ഹേ. ബാബ പറയുന്നത്, അതായത് മായ നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എങ്ങനെയിരുന്നാൽ നിങ്ങൾ മഹാദാനിയായിട്ട് മാറി അനേകർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ബിസി ആയിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ മായ ഒരിക്കലും നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കില്ല. സെക്കൻഡ് പോയിന്റ്, അപ്നി ഊഞ്ചി തക്ദീർ ബനാനെ കെ ലിയേ ധനി കെ നാം പർ സബ് കുച്ച് സഫൽ കർണാ ഹേ. ബാബ പറയാണ്, നമ്മൾ നമ്മുടെ തന്നെ ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബാബയുടെ പേരിൽ എല്ലതും സഫലമാക്കൂ. രൂഹാനി യൂണിവേഴ്സിറ്റി കോൽനി ഹേ, ആത്മീയ യൂണിവേഴ്സിറ്റി തുറക്കണം എന്ന് ബാബ പറയാം. വരദാൻ, ഊഞ്ചേത്തെ ഊഞ്ച് ബാപ്പ് കോ പ്രത്യക്ഷ കർണേ വാലേ ശുഭ് ഓർ ശ്രേഷ്ഠ കർമ്മധാരി ഭവ. അതായത് ബാബ പറയാണ്, ഉയർന്നതിലും ഉയർന്ന ബാബയെ പ്രത്യക്ഷമാക്കുന്ന ശുഭവും ശ്രേഷ്ഠവുമായ കർമ്മധാരിയായി ഭവിക്കട്ടെ. എക്സ്പ്ലനേഷൻ ബാബ പറയാണ്, ജൈസെ റൈറ്റ് ഹാൻഡ് സെ സദാ ശുഭ് ഓർ ശ്രേഷ്ഠ കർമ്മ കർത്തേ ഹെ. അല്ലെ, ബാബ പറയുന്നത്, എങ്ങനെയാണോ നിങ്ങൾ വലതുകൈ കൊണ്ടാണല്ലോ സദാ നിങ്ങൾ ശുഭവും ശ്രേഷ്ഠവുമായിട്ടുള്ള കർമ്മം ചെയ്യുന്നത്, ഏസേ ആപ്പ് റൈറ്റ് ഹാൻഡ് ബച്ചേ സദാ ശുഭ വാ ശ്രേഷ്ഠ കർമ്മധാരി ബനോ. അതുപോലെ ബാബ പറയാണ്, നിങ്ങൾ അതായത് റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ബാബയുടെ വലം കൈ ആയിട്ടുള്ള നിങ്ങൾ കുട്ടികൾ സദാ ശുഭവും അതുപോലെ തന്നെ ശ്രേഷ്ഠവുമായ കർമ്മധാരിയായി മാറൂ. ആപ്കാ ഹർ കർമ്മ ഊഞ്ചത്തെ ഊഞ്ചെ ബാപ്പുക്കോ പ്രത്യക്ഷ കർണേ വാലാഹോ. ബാബ പറയാണ്, താങ്കളുടെ ഓരോ കർമ്മവും ഉയർന്നതിലും ഉയർന്ന ബാബയെ പ്രത്യക്ഷമാക്കുന്നതായിരിക്കണം. ക്യോംകി
कर्म ही संकल्प व बोल को प्रत्यक्ष प्रमाण के रूप में स्पष्ट करने वाला होता है. ബാബ എന്തുകൊണ്ടാ പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ കർമ്മം തന്നെയാണ് സങ്കല്പത്തെയും വാക്കിനെയും പ്രത്യക്ഷ തെളിവിന്റെ രൂപത്തിൽ സ്പഷ്ടമാക്കുന്നത്. കർമ്മക്കോ സബി ദേഖ് സക്തേ ഹെ, കർമ്മത്തെ എല്ലാവർക്കും കാണാൻ സാധിക്കും. കർമ്മദ്വാര അനുഭവ് കർ സക്തേ ഹെ, കർമ്മത്തിലൂടെ അനുഭവവും ചെയ്യാൻ കഴിയും. ഇസ്ലിയെ ചാഹെ रूहानी दृष्टि द्वारा चाहे अपने खुशी के रूहानियत के चेहरे द्वारा बाप को प्रत्यक्ष करो, यह भी कर्म ही है. ബാബ പറയുന്നത് കർമ്മത്തെ എല്ലാവർക്കും കാണാൻ സാധിക്കും, കർമ്മത്തിലൂടെ അനുഭവവും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് ഇത്? ആത്മീയ ദൃഷ്ടിയിലൂടെ, അതുപോലെ നമ്മൾ സ്വയത്തിന്റെ സന്തോഷം കൊണ്ട് ആത്മീയ ആ മുഖത്തിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കൂ. ഇതും ഒരു കർമ്മം തന്നെയാണെന്ന് ബാബ പറയാം. സ്ലോഗൻ रूहानियत का अर्थ है नयनों में पवित्रता की झलक और मुख पर पवित्रता की मुस्कुराहट हो. ബാബ പറയാണ് രൂഹാനിയത്ത്, അത് ആത്മീയതയുടെ അർത്ഥം ഇതാണ്. അതായത് കണ്ണുകളിൽ പവിത്രതയുടെ തിളക്കവും ചുണ്ടിൽ പവിത്രതയുടെ പുഞ്ചിരിയും. ഇത് തന്നെയാണ് ആത്മീയതയുടെ അർത്ഥം. ഇനി അവ്യക്ത ഇഷാരെ, അതായത് പുതിയതാണ്. സങ്കല്പോം കി ശക്തി ജമാകർ ശ്രേഷ്ഠ സേവാക്കെ നിമിത്ത ബനോ. അതായത് ബാബ പറയാണ് സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമായിട്ട് മാറൂ. ബാബ പറയാണ് ജൈസെ ആജിക്കൽ സൂര്യക്ക് ശക്തി ജമാക്കർ കൈ കാര്യ സഫൽ കർത്തേ ഹെ. ഇന്ന് നോക്കൂ, അതായത് സൂര്യന്റെ ആ ശക്തി ശേഖരിച്ച് കുറെ കാര്യങ്ങളിൽ അത് സഫലമാക്കുന്നുണ്ട്. ऐसे आप संकल्प की शक्ति जमा करो तो मैं भी बल भर सकते हो. അപ്പൊ ബാബ പറയാണ് തോ ആരോ മേം ബി ബൽ ഭർ സക്തേ ഹോ. ബാബ പറയാണ് അതായത് സൂര്യന്റെ ശക്തി ശേഖരിച്ചിട്ട് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ താങ്കൾ കുട്ടികൾ സങ്കല്പത്തിന്റെ ശക്തി അത് ശേഖരിക്കൂ. അപ്പോൾ ബാബ പറയുന്നത് മറ്റുള്ളവരിലും ബലം നിറയ്ക്കാൻ അതുകൊണ്ട് കഴിയും. അനേക കാര്യ സഫൽ കർ സക്തേ ഹോ, അനേക കാര്യങ്ങളെ സഫലമാക്കി മാറ്റാനും കഴിയും. ജോ ഹിമ്മത്ത് ഹീൻ ഹേ ഉനേം വാണി കെ സാത്ത് സാത്ത് ശ്രേഷ്ഠ സങ്കല്പ की सूक्ष्म शक्ति से हिम्मतवान बनाना यही വർത്തമാൻ സമയ की ആവശ്യകത है. ബാബ പറയാണ് അതായത് ആരാണോ ശക്തിഹീനരായിട്ടുള്ളവര് അവരെ വാക്കിലൂടെ മാത്രമല്ല വാക്കിന്റെ കൂടെ ശ്രേഷ്ഠമായ സങ്കല്പത്തിന്റെ സൂക്ഷ്മ ശക്തിയിലൂടെ അവരെ ധൈര്യമുള്ളവരാക്കി മാറ്റൂ. ഇത് വർത്തമാന സമയത്ത് ഇത് വളരെയധികം ആവശ്യമാണ് എന്ന് ബാബ പറയാം. ഓം ശാന്തി. ഓം ശാന്തി.